ധന്യൻ കദളിക്കാട്ടിൽ മത്തായച്ചനാൽ സ്ഥാപിതമായ തിരഹൃദയ സന്യാസിനി സമൂഹത്തിലെ അംഗമായ ഞാൻ ഇന്നേ ദിനം പരിചയപ്പെടുത്തുന്നത് ഗാഡലൂപ്പ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ്. മെക്സിക്കോ രാജ്യത്തിൻ്റെ രക്ഷാധികാരിയായി പരിശുദ്ധ കന്യകാമറിയത്തെ പ്രതിനിധീകരിക്കുന്നതിന് ക്രൈസ്തവ സഭയ്ക്ക് പ്രചോദനം നൽകിയ ചരിത്ര സംഭവമാണ് 1531 ഡിസംബറിലെ മരിയൻ പ്രത്യക്ഷീകരണം. 1531 മെക്സിക്കോ സിറ്റിക്ക് സമീപം ജുവാൻ ഡിഗോ എന്ന ഒരു കർഷകന് ഞാൻ സ്വർഗത്തിൻ്റെ കന്യകയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മാതാവ് പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷീകരണ വേളയിൽ മാതാവ് ജുവാനോട് പറയുന്നു, ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നീ എനിക്ക് ഒരു ദേവാലയം നിർമ്മിക്കണം. ആസ്റ്റക് എന്ന ദേവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നരബലി നടത്തിയിരുന്ന ഒരു ക്ഷേത്രമുണ്ടായിരുന്ന ആ സ്ഥലത്ത്, ഗാഡലൂപ്പ എന്ന ആ സ്ഥലത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ദേവാലയം പണിയാൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ വെറും ഒരു കർഷകൻ മാത്രമായി തനിക്ക് ആ ദേവാലയ നിർമ്മാണം നടത്താൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ജുവാനോട് ആ സ്ഥലത്തെ മെത്രാനോട് പറയാൻ മാതാവ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ജുവാൻ മെത്രാനെ സമീപിക്കുന്നു. സ്വർഗത്തിൻ്റെ കന്യക പ്രത്യക്ഷപ്പെട്ട് ഗാഡലൂപ്പ എന്ന സ്ഥലത്ത് ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടുവെന്ന് ജുവാൻ മെത്രാനെ അറിയിക്കുന്നു. അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ മെത്രാൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെ കന്യകയാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അടയാളം നൽകാൻ ആവശ്യപ്പെടുക. അങ്ങനെ സങ്കടത്തോടെ ജുവാൻ തിരിച്ചു പോകുമ്പോൾ മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു അടയാളത്തിനായി ആഗ്രഹിച്ച ജുവാനോട് ഒരു മലയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഒരിക്കലും പൂ വിടരാത്ത ഒരു കാലമായിരുന്നു അത്. എന്നാൽ ആ മലയിൽ ചെന്നപ്പോൾ ആരും കണ്ടിട്ടില്ലാത്ത മനോഹരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. കുറെ പൂക്കൾ പറിച്ച് മേലങ്കിയിലിട്ട് മെത്രാന്റെ പക്കൽ കൊണ്ടുപോയി. മെത്രാന്റെ മുൻപിൽ ആ പൂക്കൾ തുറന്നു കാണിക്കുമ്പോൾ ജുവാന്റെ മേലങ്കിയിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മെത്രാൻ കണ്ടു. ആ അടയാളത്തോടെ മെത്രാന് വിശ്വാസമായി. അവിടെ ദേവാലയം പണിതു. അങ്ങനെ അനേകായിരങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ ഈ അത്ഭുതം കാരണമായി. വിശ്വാസം, പ്രതിരോധശേഷി, സംരക്ഷണം എന്നിവയുടെ ശക്തമായ ചിഹ്നവും ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷകയായും ഗാഡലൂപ്പ മാതാവിനെ വിശ്വാസികൾ വണങ്ങി വരുന്നു. നമ്മുടെ ജീവിതയാത്രയിലെ വിശ്വാസ സംരക്ഷകയായി പരിശുദ്ധ അമ്മയെ സ്വീകരിച്ചുകൊണ്ട് ഈ ദിനങ്ങളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം.